സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനും ദേവികയും എല്ലാ പ്രശ്നങ്ങൾക്കും ഒടുവിൽ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് തങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്ന് ഇരുവരും ഒരുമിച്ച് തീരുമാനിക്കുന്നു. പക്ഷേ അവർ അറിയുന്നില്ല മറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം, അതായത് അരുന്ധതി പകയോട് കൂടിയിട്ട് അവർക്ക് നേരെ പാഞ്ഞെടുക്കാൻ പോവുകയാണെന്നുള്ള കാര്യം. എന്തായാലും ഗൗരിയുടെ കാത്തിരിപ്പിനൊടുവിൽ മുരളിയും എത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ സന്തോഷ വാർത്ത നന്ദനെയും ദേവികയെയും അറിയിക്കാനായിട്ട് മുരളിയും ഗൗരിയും വിളിക്കുന്നുണ്ട്. എന്തായാലും ആദ്യം തന്നെ കളിയാക്കുന്ന രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നീട് നന്ദൻ അറിയുന്നുണ്ട് തൻ്റെ ഉറ്റ സുഹൃത്ത് മുരളിയാണ് ഫോണിലൂടെ സംസാരിക്കുന്നതെന്ന്. അങ്ങനെ അരുന്ധതിക്കാണെങ്കിൽ ബിസിനസ്സിലും മറ്റൊന്നും തന്നെ ശ്രദ്ധ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം ദേവിക ഒരിക്കലും തനിക്കിട്ട് ഇങ്ങനെ ഒരു പണി തരുമെന്നും ചന്ദ്രോത്ത് കുടുംബത്തിനോടൊപ്പം നിൽക്കുമെന്നും അവർ കരുതിയിരുന്നതല്ല. CP ആണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ, അതായത് ലയബിലിറ്റീസും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ വിവരിക്കുമ്പോഴും അരുന്ധതിയുടെ ശ്രദ്ധ മറ്റെവിടെയോ ആണ്. അങ്ങനെ ഈ സമയം ത്യാഗരാജനാണെങ്കിൽ അരുന്ധതിയും ദേവികയും തമ്മിലുള്ള ആ ഒരു ശത്രുത തിരിച്ചറിയാതെ വന്ന് ഓരോന്ന് പറയുന്നുണ്ട്. എന്തായാലും ത്യാഗരാജൻ ആ സത്യം മനസ്സിലാക്കുന്നുണ്ട്. ഇനി മുതൽ ദേവികയും അരുന്ധതിയും തമ്മിലുള്ള യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ പ്രഭാവതിയോട് ദേവികയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. അവളെ ആത്മാർത്ഥമായിട്ട് കൂടെ നിർത്താൻ കഴിയുന്ന കൂട്ടത്തിലുള്ള ഒരു പെണ്ണാണെന്നും അവളെ ഇനി ശത്രുപക്ഷത്തിൽ കാണരുതെന്നൊക്കെ ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുന്നുണ്ട്. എനിക്കത് മനസ്സിലായി. കാരണം അരുന്ധതിയുടെ കളിയാണ് ഇതെല്ലാമെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കുന്ന ദേവിക ഈ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു എന്നും. പിന്നീട് രാധാമണിയുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞ് രജനിയാണെങ്കിൽ കലി തുള്ളിക്കൊണ്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ സമയം മീറ്റിങ്ങിനായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് സിദ്ധാർത്ഥനും ദേവികയും. അങ്ങനെ ദേവികയാണെങ്കിൽ ചേച്ചി എന്നൊക്കെ വിളിച്ച് അവളെ വിളിക്കുന്ന സമയത്ത് നീ എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട. എന്താ ചേച്ചിക്കിപ്പോൾ എന്നോട് ഭയങ്കര ശത്രുതയാണല്ലോ. ഈ വീട്ടിൽ ഞാൻ വന്ന സമയത്തൊക്കെ അമ്മ പോലും എന്നെ അംഗീകരിച്ചിരുന്നില്ല. പക്ഷെ ചേച്ചിയും അച്ഛനൊക്കെ ആയിരുന്നു എന്നെ സ്വന്തമായി കണ്ട് സ്നേഹിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റി? എന്നെ ശത്രുപക്ഷത്ത് നിർത്താനാണല്ലോ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മയെയും അച്ഛനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആ രാധാമണി ഇങ്ങോട്ട് വന്നത്. നീ അറിയാതെ ഒരിക്കലും ഇതൊന്നും സംഭവിക്കില്ല. ഇത് നിൻ്റെ കൂടി കളിയാണെന്നൊക്കെ പറയുമ്പോൾ ചേച്ചി അനാവശ്യം പറയരുത്. സിദ്ധു പറയുന്നുണ്ട്, മോളെ ഇതൊന്നും കേൾക്കാൻ നീ നിൽക്കണ്ട, വാ നമുക്ക് മീറ്റിങ്ങിന് സമയമായി എന്നൊക്കെ. അച്ഛനിതെന്താ ഈ പറയുന്നത്? അച്ഛനെന്താ ഇവളുടെ PA മറ്റുമാണോ? ഇത് നോക്ക്, അച്ഛൻ ഇവൾക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. ചേച്ചിക്ക് ഇത് എന്ത് പറ്റി? എന്നെ കലി പിടിപ്പിക്കരുത്. അച്ഛ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് രജനിയാണെങ്കിൽ സിദ്ധാർത്ഥനെയും വലിച്ചു പിടിച്ച് പോകുന്നുണ്ട്. ദേവികയ്ക്കാണെങ്കിൽ എന്തുകൊണ്ടാണ് രജനി ഇങ്ങനെ തന്നോട് ശത്രുത കാണിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. എന്തായാലും അവൾക്കത് വലിയ വിഷമാവുകയാണ്. കാരണം ബാക്കി എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്, രജനി മാത്രം തന്നെ മനസ്സിലാക്കുന്നില്ല താനും. പിന്നീട് CP ആണെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ അരുന്ധതിയുമായിട്ട് സംസാരിക്കുകയാണ്. ഈ സമയം അരുന്ധതി പറയുന്നുണ്ട്, കുറച്ച് കാലത്തേക്ക് ബിസിനസ്സും മറ്റും താൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. എൻ്റെ മനസ്സിലിപ്പോൾ ആ ദേവികയോടുള്ള പക മാത്രമേ ഉള്ളൂ. തനിക്കറിയുമോ, അവൾ അത്രത്തോളം എന്നെ അപമാനിച്ചു കഴിഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവളുമായിട്ടുള്ള യുദ്ധം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇനി ദേവികയുടെ ജീവിതത്തിലെ പ്രധാന ശത്രു ഞാനായിരിക്കും. അവളുടെ ജീവിതത്തിൽ ഇനി സന്തോഷം എന്താണെന്ന് അവൾ അറിയില്ല എന്നൊക്കെ പറയുകയാണ്. ഈ സമയം ഋഷി അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? മറ്റാരെക്കുറിച്ചാണ്? ഇപ്പോൾ പ്രഭാവതിയൊന്നും എൻ്റെ മനസ്സിലില്ല. ആ ദേവിക അവളെ ഇല്ലാതാക്കണം മോനെ എന്നൊക്കെ പറയുമ്പോൾ, അമ്മേ ഇത് ഞാൻ മുന്നേ ശ്രമിച്ചതല്ലേ, ആ പ്രഭാവതിയെയും ദേവികയെയും നമുക്കങ്ങ് കൊന്നാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നീ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫായിട്ടുള്ള കാര്യമല്ല. എത്രയും പെട്ടെന്ന് നീ വേറെ എവിടേക്കെങ്കിലേക്ക് പോകണം എന്നൊക്കെ പറയണം. ഇത് കേട്ട് ഋഷി പറയുന്നുണ്ട്, അങ്ങനെ എൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കാതെ ഒരിക്കലും ഞാൻ ഇവിടെ നിന്ന് പോവില്ല. അമ്മയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരും. അങ്ങനെ എനിക്ക് ആരുടെയും സഹായം വേണ്ട. നീ നിൻ്റെ ഭാവി നോക്കണമെന്നൊക്കെ പറയണം. എൻ്റെ ഭാവിയോ? എൻ്റെ ലീവ് പോയതിന് ശേഷം എനിക്കെന്ത് ഭാവി? അവിടെ ഇല്ലാതാക്കിയവരെ എനിക്ക് തീർക്കണം. അത്ര മാത്രമേ എൻ്റെ ചിന്തയുള്ളൂ എന്നൊക്കെ പറയണം. എന്തായാലും അരുന്ധതിയാണെങ്കിൽ ആ തീരുമാനം രണ്ടും കൽപ്പിച്ചെടുക്കുന്നുണ്ട്. ദേവികയുടെ ജീവിതത്തിൽ ഇനി സമാധാനവും സ്വസ്ഥതയും കൊടുക്കില്ല എന്ന്. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് പുതിയ യുദ്ധം കാണാനായിട്ട്. ബൈ.